Dear students, Human Reproduction എന്ന അധ്യായത്തിലെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗമീറ്റോജെനിസിസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഗമീറ്റോജെനിസിസ് എന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. രണ്ട് ടൈപ്പ് ഗമീറ്റോജെനിസിസ് ഉണ്ട്. അതായത് മെയിൽ ഗമീറ്റോജെനിസിസും ഫീമെയിൽ ഗമീറ്റോജെനിസിസും. മെയിൽ ഗമീറ്റോജെനിസിസിനെ വിളിക്കുന്ന പേരാണ് സ്പെർമറ്റോജെനിസിസ്. ഫീമെയിൽ ഗമീറ്റോജെനിസിസിനെ വിളിക്കുന്ന പേരാണ് ഊജെനിസിസ്. ഇപ്പോൾ സ്പെർമറ്റോജെനിസിസ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ടെസ്റ്റിസിലാണ് നടക്കുന്നത്. ടെസ്റ്റിസിൽ തന്നെ പ്രത്യേകിച്ചും സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന പാർട്ടിന് അകത്താണ് സ്പെർമറ്റോജെനിസിസ് നടക്കുന്നത്. മെയിൽ ഗമീറ്റോജെനിസിസ് ആണ് ഊജെനിസിസ്. ഇത് നടക്കുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ഓവറിയിലാണ് ഊജെനിസിസ് നടക്കുന്നത്. അപ്പോൾ പേരുകൾ വ്യക്തമായിട്ട് ഓർമ്മിക്കുക. മെയിൽ ഗമീറ്റോജെനിസിസിനെ വിളിക്കുന്ന പേരാണ് സ്പെർമറ്റോജെനിസിസ്. ഫീമെയിൽ ഗമീറ്റോജെനിസിസിനെ വിളിക്കുന്ന പേരാണ് ഊവോജെനിസിസ്. സ്പെർമറ്റോജെനിസിസ് ഇറ്റ് ഈസ് ദ മെയിൽ ഗമീറ്റ് ഫോർമേഷൻ ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഓഫ് ടെസ്റ്റിസ്. ആൻഡ് ഊവോജെനിസിസ് ഇസ് ദ ഫീമെയിൽ ഗമീറ്റ് ഫോർമേഷൻ ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഓവറി. ഇനി നമുക്ക് ഗമീറ്റോജെനിസിസിൻ്റെ ആദ്യ പാർട്ടായ സ്പെർമറ്റോജെനിസിസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സ്പെർമറ്റോജെനിസിസ് നേരത്തെ പറഞ്ഞു, അത് നടക്കുന്നത് ടെസ്റ്റിസിനകത്താണ്. ടെസ്റ്റിസാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഇപ്പോൾ ടെസ്റ്റിസിൽ തന്നെ എസ്പെഷ്യലി സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്താണ് സ്പെർമറ്റോജെനിസിസ് നടക്കുന്നത്. സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്നത് മെയിൽ ഗമീറ്റായ സ്പെർമറ്റോസോവയുടെ പ്രൊഡക്ഷനാണ് സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്പേം പ്രൊഡക്ഷൻ ആരംഭിക്കുന്നത് പ്യൂബർട്ടി സ്റ്റേജിലാണ്. അപ്പോൾ പ്യൂബർട്ടി സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു 10 to 14 ഏജിനെയാണ് സാധാരണ രീതിയിൽ പ്യൂബർട്ടി സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. 10-14 വയസ്സാകുന്ന ആ ഒരു സമയത്തെയാണ് പ്യൂബർട്ടി സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മീശ, താടി, രോമങ്ങളൊക്കെ മുളയ്ക്കാൻ ആരംഭിക്കുന്നത്, പെൺകുട്ടികളിലൊക്കെ ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ആരംഭിക്കുക. അപ്പോൾ ഇത്തരം പ്രോസസ്സുകളൊക്കെ നടക്കുന്ന ഒരു സ്റ്റേജിനെയാണ് പ്യൂബർട്ടി സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്യൂബർട്ടി സ്റ്റേജിലാണ് സ്പെർമറ്റോജെനിസിസ് ആരംഭിക്കുന്നത്. അപ്പോൾ സ്പെർമറ്റോജെനിസിസിനെ പറ്റി നേരത്തെ പറഞ്ഞു ഇത് നടക്കുന്നത് ടെസ്റ്റിസിനകത്തുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന ട്യൂബ്യൂളിനകത്താണ്. അപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ കുറിച്ച് നേരത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ ടെസ്റ്റിസിനകത്തും ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് ഉണ്ട്. ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിനകത്താണ് ഈ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ. അപ്പോൾ ഈ ഒരു സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഏറ്റവും അകവശത്തെ ആവരണം ചെയ്തുകൊണ്ട് ലൈൻ ചെയ്തുകൊണ്ട് കാണുന്ന ഈ സെല്ലുകളെയാണ് സ്പെർമറ്റോഗോണിയൽ സെൽസ് എന്ന് വിളിക്കുന്നത്. ഓരോ സെൽസിനെയും നമുക്ക് സ്പെർമറ്റോഗോണിയം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സ്പേം മദർ സെൽസ് എന്ന് പറയാം, സ്പേം ഉണ്ടാകുന്ന സെല്ലായതുകൊണ്ട്. അപ്പോൾ ഈ ഒരു സ്പെർമറ്റോഗോണിയൽ സെല്ല് ഡിവൈഡ് ചെയ്യാൻ ആരംഭിക്കുന്നത്, സെൽ ഡിവിഷൻ ആരംഭിക്കുന്നത് only at the puberty stage. അപ്പോൾ ഈ ഡിവിഷൻ എന്ന് പറയുന്നത് മൈറ്റോട്ടിക് ഡിവിഷനാണ്. അപ്പോൾ മൈറ്റോട്ടിക് ഡിവിഷൻ്റെ പ്രത്യേകത നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ക്രോമസോം നമ്പറിന് മാറ്റം ഉണ്ടാകില്ല, ഒരു സെല്ല് രണ്ടായിട്ട് മാറുന്നു. അപ്പോൾ ഇങ്ങനെ മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് സ്പെർമറ്റോഗോണിയൽ സെല്ല് അവ എണ്ണം കൂടുന്ന ഒരു ഘട്ടമാണ് ആദ്യ ഘട്ടത്തിൽ ആരംഭിക്കുക. അപ്പോൾ സ്പെർമറ്റോജെനിസിസ് ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി. The spermatogonial cells present on the inside wall of the seminiferous tubules multiply by mitotic division and increase in number. അപ്പോൾ ഈ വാളിനകത്ത് കാണുന്ന സ്പെർമറ്റോഗോണിയൽ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട്
എന്ത് ഡിവിഷനാണെന്ന് ചോദിച്ചാൽ മൈറ്റോട്ടിക് ഡിവിഷനാണ് ഫസ്റ്റ് ഡിവിഷൻ. അപ്പോൾ മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമായിട്ട് അതിൻ്റെ എണ്ണം കൂടുന്ന ഒരു ഘട്ടമാണ് ആദ്യം നടക്കുന്ന ഘട്ടം. അപ്പോൾ അങ്ങനെ സ്പെർമറ്റോഗോണിയൽ സെൽസ് ഡിവൈഡ് ചെയ്തിട്ട് അടുത്തുണ്ടാകുന്ന ഘട്ടത്തിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. അപ്പോൾ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് അടുത്ത സെൽ ഡിവിഷന് വിധേയമാകുമ്പോൾ ഉണ്ടാകുന്നതാണ് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്. സെക്കൻഡറി സ്പെർമറ്റോസൈറ്റിൻ്റെ അടുത്ത ഘട്ടമാണ് സ്പെർമാറ്റിഡ്. സ്പെർമാറ്റിഡിൽ നിന്നും ഉണ്ടാകുന്ന അടുത്ത ഘട്ടമാണ് മെച്ചുവർ ആയിട്ടുള്ള സ്പേം സെൽസ് അല്ലെങ്കിൽ സ്പെർമറ്റോസോവ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊരു ഫ്ലോ ചാർട്ടിലൂടെ നമുക്കൊന്ന് കാണാം. അതായത് സ്പെർമറ്റോഗോണിയൽ സെൽസ്. അപ്പോൾ ഇവിടെ സെൽ ഡിവിഷൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു മൈറ്റോസിസ് ആണ് സെൽ ഡിവിഷൻ. അപ്പോൾ മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാകുന്ന സെല്ലുകളെ വിളിക്കുന്ന പേരാണ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ്. അപ്പോൾ ഈ പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് അടുത്ത ഡിവിഷൻ എന്ന് പറയുന്നത് മിയോട്ടിക് ഡിവിഷനാണ്. അപ്പോൾ മിയോസിസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിയുമ്പോൾ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആയിട്ട് മാറുന്നു. സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് മിയോസിസിൻ്റെ രണ്ടാമത്തെ ഡിവിഷൻ നടന്ന് സ്പെർമാറ്റിഡ്സ് ആയിട്ട് മാറുന്നു. സ്പെർമാറ്റിഡ്സ് അടുത്ത് സ്പെർമറ്റോസോവ ആയിട്ട് മാറുന്നു. ആ ഒരു പ്രോസസ്സാണ് സ്പെർമിയോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് നമുക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടാണ്. അപ്പോൾ സ്പെർമറ്റോഗോണിയൽ സെൽസിൻ്റെ ക്രോമസോം നമ്പറാണ് ഇവിടെ ബ്രാക്കറ്റിൽ കാണിക്കുന്നത്, 2n എന്നുള്ള ബ്രാക്കറ്റിൽ കാണിക്കുന്നത്. ഈ ഒരു ചാർട്ടിൽ നമുക്കൊന്നുകൂടെ നോക്കാം. അതായത് ഇവിടെ ഇതാ കാണാം സ്പെർമറ്റോഗോണിയൽ സെൽസ്. അപ്പോൾ ഒരു പ്യൂബർട്ടി സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും സ്പെർമറ്റോഗോണിയൽ സെൽസ് സെൽ ഡിവിഷൻ ആരംഭിക്കുകയും മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുകയും ഒരു സ്പെർമറ്റോഗോണിയൽ സെല്ലിൽ നിന്നും നോക്കൂ 4 പ്രൈമറി സ്പെർമറ്റോസൈറ്റുകൾ ഉണ്ടായി. ഒരു സെല്ലിവിടെ 2 സെല്ലായിട്ട് മാറി, ഇത് ഓരോന്നും വീണ്ടും 2ആയിട്ട് മാറി. അപ്പോൾ പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് ഉണ്ടായി. ഇനി നോക്കൂ, ഓരോ പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സും മിയോട്ടിക് ഡിവിഷന് വിധേയമാകുന്നു. അപ്പോൾ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഇതിൽ നിന്നും 2 സെല്ലുകളായിട്ട് മാറുന്നു, പ്രൈമറി സ്പെർമറ്റോസൈറ്റായിട്ട് മാറുന്നു. അപ്പോൾ പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് അടുത്ത് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റായിട്ട് മാറുന്നു. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കഴിയുമ്പോൾ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റായിട്ട് മാറുന്നു. ഇനി സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്നു കഴിയുമ്പോഴത്തേക്കും സ്പെർമാറ്റിഡ്സ് ആയിട്ട് മാറുന്നു. സ്പെർമാറ്റിഡ്സ് ഡിഫറൻഷിയേഷൻ നടന്നിട്ട് സ്പെർമറ്റോസോവ ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ഡിവിഷന് ക്രോമസോം നമ്പറിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ക്രോമസോം നമ്പർ സ്പെർമറ്റോഗോണിയൽ സെൽസിനും പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സിനും ക്രോമസോം നമ്പർ 46 ആണ്. അതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ഇവിടെ 2n എന്നതുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സിൽ നിന്നും സ്പെർമാറ്റിഡ്സ് ആയിട്ട് മാറുന്ന ഘട്ടത്തിലാണ് ക്രോമസോം നമ്പർ പകുതിയായിട്ട് മാറുന്നത്. ക്ഷമിക്കുക, പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സിൽ നിന്നും സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ഉണ്ടാകുന്ന സമയത്താണ് ക്രോമസോം നമ്പർ പകുതിയായിട്ട് മാറുന്നത്. അപ്പോൾ സ്പെർമറ്റോഗോണിയൽ സെൽസിൻ്റെയും പ്രൈമറി സ്പെർമറ്റോസൈറ്റിൻ്റെയും ക്രോമസോം നമ്പർ 46 തന്നെ. സെക്കൻഡറി സ്പെർമറ്റോസൈറ്റിൻ്റെ ക്രോമസോം നമ്പർ 23. സ്പെർമാറ്റിഡ്സിൻ്റെയും സ്പെർമറ്റോസോവയുടെയും ക്രോമസോം നമ്പർ 23 തന്നെ. അപ്പോൾ അതും എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഏത് സ്റ്റേജിൽ വെച്ചാണ് ക്രോമസോം നമ്പർ പകുതിയായിട്ട് മാറുന്നത്? അപ്പോൾ ഓർക്കുക, പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റായിട്ട് മാറുമ്പോഴാണ്, പ്രൈമറി സ്പെർമറ്റോസൈറ്റ് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റായിട്ട് മാറുമ്പോഴാണ് ക്രോമസോം നമ്പർ പകുതിയായിട്ട് മാറുന്നത്. ഇനി സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ് നിന്നും അടുത്ത് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ സ്പെർമാറ്റിഡ്സ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ പിക്ചർ നോക്കുമ്പോൾ നമുക്കറിയാം, ഈ 2 സെല്ലുകളും 23 ക്രോമസോമുള്ള സെല്ലുകളാണ്. ഈ സെല്ലുകൾ വീണ്ടും ഡിവിഷന് വിധേയമായിട്ടാണ് സ്പെർമാറ്റിഡ്സ് എന്നുള്ള സ്റ്റേജിലേക്ക് മാറുന്നത്. അപ്പോൾ സ്പെർമാറ്റിഡ്സ് അടുത്ത് സ്പേം സെൽസിൻ്റെ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഹെഡും മിഡിൽ പീസും ടെയിലും ഒക്കെ വരുന്ന ഒരു സ്ട്രക്ചറായിട്ട് മാറും. ആ സ്റ്റേജാണ് നമ്മൾ സ്പെർമറ്റോസോവ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓർക്കുക, ഓരോ പ്രൈമറി സ്പെർമറ്റോസൈറ്റിൽ നിന്നും
4 മെച്യൂർ സ്പേം സെൽസ് കിട്ടുന്നു. അപ്പോൾ സ്പെർമറ്റോജെനിസിസിൻ്റെ പ്രത്യേകതയാണ് ഒരു സെല്ലിൽ നിന്നും 4 സ്പേം സെൽസ് ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് ഓർമ്മിക്കുക. സ്പെർമറ്റോഗോണിയൽ സെൽസ്, പ്രൈമറി സ്പെർമറ്റോസൈറ്റ്, സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്, സ്പെർമാറ്റിഡ്സ്, സ്പെർമറ്റോസോവ. അപ്പോൾ സ്പെർമറ്റോഗോണിയൽ സെൽസ് മൈറ്റോട്ടിക് ഡിവിഷനാണ്. മൈറ്റോട്ടിക് ഡിവിഷൻ കഴിഞ്ഞിട്ട് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആയിട്ട് മാറുന്നു. പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കഴിയുമ്പോൾ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആയിട്ട് മാറുന്നു. സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കഴിയുമ്പോൾ സ്പെർമാറ്റിഡ്സ് ആയിട്ട് മാറുന്നു. സ്പെർമാറ്റിഡ്സ് സ്പെർമിയോജെനിസിസ് എന്നുള്ള ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് സ്പെർമറ്റോസോവ എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തുന്നു. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ആവർത്തിക്കാം. അപ്പോൾ ആദ്യം സ്പെർമറ്റോഗോണിയമാണ്, അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയൽ സെൽസാണ്. സ്പെർമറ്റോഗോണിയൽ സെൽസ് ഡിപ്ലോയിഡ് ആണ്. കാരണം അതിന് 46 ക്രോമസോംസ് ഉണ്ട്, 23 ജോഡി ക്രോമസോംസ് ഉണ്ട്. അതുകൊണ്ടാണ് ഡിപ്ലോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന സ്പെർമറ്റോഗോണിയൽ സെൽസ് അത് സെൽ ഡിവിഷന് വിധേയമാവുകയും അപ്പോൾ ഡിവിഷൻ ആവശ്യമായിട്ടുള്ള സെല്ലുലാർ മെറ്റീരിയൽസും ഫുഡും എല്ലാം സ്റ്റോർ ചെയ്ത് സെല്ല് വളർന്ന് വലുതാവുകയും ആവശ്യത്തിനുള്ള വളർച്ച എത്തിക്കഴിയുമ്പോൾ അത് ഡിവിഷൻ നടന്ന് അതിൽ നിന്നും പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സെൽ ഡിവിഷൻ ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ പ്യൂബർട്ടി സ്റ്റേജിൽ മാത്രമേ സെൽ ഡിവിഷൻ ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ മെയിലിൽ സ്പെർമറ്റോജെനിസിസിൻ്റെ അല്ലെങ്കിൽ മെയിൽ ഗമീറ്റോജെനിസിസിൻ്റെ പ്രത്യേകതയാണ് മെയിൽ ഗമീറ്റോജെനിസിസ് സ്റ്റാർട്ട്സ് ഓൺലി അറ്റ് ദ പ്യൂബർട്ടി സ്റ്റേജ്. സ്പെർമറ്റോഗോണിയൽ സെൽസ് മൈറ്റോസിസ് ആൻഡ് ഡിഫറൻഷിയേഷൻ, then it transforms into primary spermatocytes. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സ്പെർമറ്റോഗോണിയൽ സെൽസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സും അത് സെൽ ഡിവിഷന് വിധേയമായിട്ട് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ ഡിവിഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഇതൊരു മിയോട്ടിക് ഡിവിഷനാണ്, ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് 2 ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ് ഉണ്ടാകുന്നു. ഹാപ്ലോയിഡ് മീൻസ് ഹിയർ ദെയർ ഈസ് ഓൺലി 23 ക്രോമസോംസ് ആർ ദെയർ. ആ സ്റ്റേജാണ് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ്. ഇനി സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഡിവിഷൻ നടക്കുന്നു. പക്ഷേ ഈ സമയത്ത് ക്രോമസോംസ് ഡിവൈഡ് ചെയ്യുന്നില്ല. ക്രോമസോംസ് അതേ എണ്ണം തന്നെ നിലനിർത്തപ്പെടുകയാണ്. 23 ക്രോമസോംസ് ആണ്. ഇപ്പോൾ ഒരു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ക്രോമസോം നമ്പർ അതേപടി നിലനിർത്തുക എന്നുള്ളത്. അപ്പോൾ മെയിൽ ഗമീറ്റിൽ 23 ക്രോമസോംസ്, അതുപോലെ തന്നെ ഫീമെയിൽ ഗമീറ്റിലും 23 ക്രോമസോംസ്. അപ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന ഇൻഡിവിജ്വലിന് 23 + 23 46 ക്രോമസോംസ് ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ സ്പെർമാറ്റിഡ് സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്താണ് ഇവിടെ ഒരു ഡിഫറൻഷിയേഷൻ നടക്കുന്നത്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഈ കാണുന്ന ഒരു റൗണ്ട് ഷേപ്പിലിരിക്കുന്ന സെല്ല് ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു സ്പേം സെൽസ് ആയിട്ട് മാറുക. അപ്പോൾ സ്പേം സെൽസിൻ്റെ സ്ട്രക്ചർ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു ഹെഡും മിഡിൽ പീസും ടെയിലും ഒക്കെ ഉള്ള ഒരു സ്ട്രക്ചറായിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സ് ദാറ്റ് ഈസ് നോൺ ആസ് സ്പെർമിയോജെനിസിസ്. അപ്പോൾ പ്രത്യേകിച്ച് ടേം ഓർമ്മിക്കുക. സ്പെർമിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ് ഇൻറ്റു ഫങ്ഷണൽ സ്പെർമറ്റോസോവ ഓർ സ്പേംസ്. അപ്പോൾ പൂർണ്ണ വളർച്ചയെത്തിയ സ്പേം സെൽസായിട്ട് സ്പെർമാറ്റിഡ് സെൽസ് മാറുന്ന പ്രോസസ്സ്, ആ പ്രോസസ്സിനെയാണ് സ്പെർമിയോജെനിസിസ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തൊരു ടേം കൂടിയുണ്ട്, ദാറ്റ് ഈസ് സ്പെർമിയേഷൻ. അപ്പോൾ സ്പെർമിയേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫങ്ഷണൽ ആയിട്ടുള്ള സ്പേംസ്, ഇവിടെ ടെസ്റ്റിസിൻ്റെ പടം ഇവിടെ കാണാം. അപ്പോൾ ഈ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിനകത്തുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്താണ് ഈ പറഞ്ഞ ഇത്രയും പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് നടന്നിട്ട് ഈ സ്പെർമാറ്റിഡ് സ്റ്റേജും കഴിഞ്ഞ് വരുന്ന ഒരു സെല്ല് ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്നു. ഈ പോർഷൻ അറിയാൻ നമുക്ക് പേരറിയാം, എപ്പിഡൈഡിമസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനിലാണ്
സ്പേം സെൽസ് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന പ്ലേസ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെ എത്തുമ്പോൾ അത് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഈ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന സെല്ലുകളെ ഇതിൽ നിന്നും റിലീസ് ചെയ്യുന്ന പ്രോസസ്സുണ്ട്. അപ്പോൾ ആ പ്രോസസ്സിനെയാണ് നമ്മളിവിടെ സ്പേമിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇവിടെ സ്പേമിയേഷൻ ഘട്ടം കഴിയുമ്പോൾ തന്നെ സ്പേം സെൽസ് ഇവിടെ എത്തും. അപ്പോൾ ഇവിടെ സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്ത് ഫങ്ഷണലായിട്ടുള്ള സ്പേം സെൽസ് ആയിട്ട് മാറുന്ന സമയം, ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ഇതിനകത്ത് 2 ടൈപ്പ് സെല്ല് കാണുമെന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് സ്പെർമറ്റോഗോണിയൽ സെൽസും ഉണ്ട്, സെർട്ടോളി സെൽസും ഉണ്ട്. സെർട്ടോളി സെൽസാണ് ഇതിൻ്റെ ന്യൂട്രിറ്റീവ് ഫങ്ഷൻ കൊടുക്കുന്ന സെൽസ്. അപ്പോൾ ഇവിടെ സ്പെർമാറ്റിഡ് സ്റ്റേജിൽ എത്തുന്ന സെല്ല് ഈ പടം നോക്കിയാൽ നമുക്ക് കാണാം. ഈ സെല്ല് സെർട്ടോളി സെല്ലിൽ എംബഡ് ചെയ്തിരിക്കുകയാണ്, അതിലിങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ സ്പേം സെൽസിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസും മറ്റ് എൻസൈംസും മറ്റുമൊക്കെ കൊടുക്കുന്ന ഒരു ഫങ്ഷൻ സെർട്ടോളി സെൽസിനുണ്ട്. അപ്പോൾ സെർട്ടോളി സെൽസിൽ നിന്നും ഫങ്ഷണലായിട്ടുള്ള സ്പേം സെൽസ് പുറത്തേക്ക് വരുന്ന പ്രോസസ്സ്, ദാറ്റ് ഈസ് ദ സ്പേമിയേഷൻ. സ്പേമിയേഷൻ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ സ്പെർമിയോജെനിസിസ് sperm heads become embedded in the Sertoli cells and are finally released from the seminiferous tubules by the process called spermiation. അപ്പോൾ സ്പെർമിയേഷൻ കഴിഞ്ഞിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന സ്ഥലമാണ് എപ്പിഡൈഡിമസ്. സ്പെർമിയേഷന് മുമ്പല്ല, സ്പെർമിയേഷൻ കഴിഞ്ഞിട്ട് സ്പേം സെൽസിന് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതാണ് ഇവിടെ എപ്പിഡൈഡിമസിൽ. അപ്പോൾ ഇവിടുത്തെ പ്രോസസ്സുകൾ ഒന്നുകൂടെ ഓർക്കുക. ഒരു 2 ടേം, ദാറ്റ് ഈസ് സ്പെർമിയോജെനിസിസ് ആൻഡ് സ്പെർമിയേഷൻ, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ സ്പെർമിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ സ്പെർമാറ്റിഡ്സ് സ്പെർമറ്റോസോവയായിട്ട് മാറുന്ന പ്രോസസ്സ്, ട്രാൻസ്ഫർമേഷൻ ഓഫ് spermatids into functional spermatosova or sperm cells. That process is known as spermiogenesis. Spermiation, it is the process of release of sperm cells from the seminiferous tubules. അപ്പോൾ ഫങ്ഷണൽ ആയിട്ടുള്ള സ്പേം സെൽസ് സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്നും റിലീസ് ചെയ്യുന്ന പ്രോസസ്സ്, ദാറ്റ് ഈസ് നോൺ ആസ് ദ സ്പെർമിയേഷൻ. ഇനി നമുക്ക് ഈ സ്പെർമറ്റോജെനിസിസ് പ്രോസസ്സ് എങ്ങനെ ഹോർമോണുകൾ കൺട്രോൾ ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഹോർമോണൽ കൺട്രോൾ ഓഫ് സ്പെർമറ്റോജെനിസിസ്. അപ്പോൾ സ്പെർമറ്റോജെനിസിസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു സ്പെർമറ്റോജെനിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യൂബർട്ടി സ്റ്റേജിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്യൂബർട്ടി സ്റ്റേജിലാകുമ്പോൾ സ്പെർമറ്റോജെനിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട ഫസ്റ്റ് സ്റ്റിമുലസ് അത് കൊടുക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ ഹൈപ്പോതലാമസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഹൈപ്പോതലാമസിൻ്റെ പ്രധാനപ്പെട്ട ഒരു റോളാണ് റിലീസിങ് ഹോർമോൺസുകൾ സെക്രീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു റിലീസിങ് ഹോർമോണാണ് GnRH, ദാറ്റ് ഈസ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. അപ്പോൾ ഈ റിലീസിങ് ഹോർമോൺസ് ആക്ട് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ആക്ട് ചെയ്യുന്ന ഈ GnRHൻ്റെ എഫക്റ്റ് കൊണ്ട് 2 ഗൊണാഡോട്രോപ്പിൻസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യും. ഫസ്റ്റ് ഇയറിൽ ഈ ഹോർമോൺസുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. LHഉം FSHഉം. LHൻ്റെ മുഴുവൻ പേര് ല്യൂട്ടിനൈസിങ് ഹോർമോണും FSHൻ്റെ മുഴുവൻ പേര് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പോൾ LH എന്ന് പറയുന്ന ഈ ഹോർമോൺ റിലീസ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. അത് പോയി ആക്ട് ചെയ്യുന്ന സ്ഥലം ലൈഡിക് സെൽസാണ്. പഠിച്ചിട്ടുണ്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ടെസ്റ്റിസിനകത്ത് 3 ടൈപ്പ് സെൽസ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. 1 സ്പെർമറ്റോഗോണിയൽ സെൽസ്, 2 സെർട്ടോളി സെൽസ്, 3 ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലൈഡിക് സെൽസ്. അവിടെ നമ്മൾ പഠിച്ചു ലൈഡിക് സെൽസിൻ്റെ ഫങ്ഷൻ ആണ് സെക്രീഷൻ ഓഫ് മെയിൽ സെക്സ് ഹോർമോൺ, ദാറ്റ് ഈസ് ആൻഡ്രോജൻസിൻ്റെ സെക്രീഷൻ. അപ്പോൾ ആൻഡ്രോജനാണ്, മെയിൽ സെക്സ് ഹോർമോണാണ് സ്പെർമറ്റോജെനിസിസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ.
സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്ത് സ്പെർമറ്റോഗോണിയൽ സെൽസിൻ്റെ ഡിവിഷൻ ആരംഭിക്കുന്നത് ഈ LHൻ്റെ സെക്രീഷൻ ആരംഭിക്കുന്നത് മുതലാണ്. സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് അപ്പിയർ ചെയ്യുന്നതും ഈ ഒരു ഹോർമോണിൻ്റെ എഫക്റ്റ് കൊണ്ടാണ്. ഹോർമോണിൻ്റെ പേരാണ് ആൻഡ്രോജൻ. ഇനി അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ മെയിൽ ഗൊണാഡോട്രോപ്പിനാണ് FSH. അപ്പോൾ ഈ LH എന്ന് പറയുന്ന ഹോർമോണും FSH എന്ന് പറയുന്ന ഹോർമോണും മെയിൽസിലും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, ഫീമെയിൽസിലും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് സ്ഥലത്തും അവയുടെ റോൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഇവിടെ മെയിൽസിൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അത് ആക്ട് ചെയ്യുന്ന സ്ഥലം സെർട്ടോളി സെൽസാണ്. സെമിനിഫറസ് ട്യൂബ്യൂൾസിലെ 3 ടൈപ്പ് സെൽസിൽ സെർട്ടോളി സെൽസ് എന്ന് പറയുന്ന സെൽസിനകത്താണ് ആക്ട് ചെയ്യുന്നത്. സെർട്ടോളി സെൽസിനെ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടത് തന്നെയാണ്. ഇവിടെ ഈ കാണുന്ന പടമാണ് സെർട്ടോളി സെൽസിൻ്റെ പടം. അപ്പോൾ ഈ സെർട്ടോളി സെൽസിലാണ് ഈ ഹോർമോൺ പോയി ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ അത് മനസ്സിലാക്കി അതിന് ന്യൂട്രിറ്റീവ് ഫങ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് സെർട്ടോളി സെൽസിന്. ഇപ്പോൾ സെർട്ടോളി സെൽസിൽ ആക്ട് ചെയ്യുകയും സെർട്ടോളി സെൽസ് ചില ഫാക്ടേഴ്സ് ദാറ്റ് മീൻസ് ചില ഹോർമോൺസ് പോലത്തെ കെമിക്കൽസ് അതെന്തിനു സഹായിക്കും? സ്പെർമിയോജെനിസിസിന് സഹായിക്കും. അപ്പോൾ സ്പെർമിയോജെനിസിസ് എന്ന പ്രോസസ്സ് നേരത്തെ പറഞ്ഞു സ്പെർമാറ്റിഡ്സിനെ എന്തായിട്ട് മാറ്റുന്ന പ്രോസസ്സാണ്. സ്പെർമാറ്റിഡ്സ് എന്ന് പറയുന്ന ഈ സെല്ലുകളെ ഫങ്ഷണലായിട്ടുള്ള സ്പെർമറ്റോസോവ ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് spermiogenesis, that is transformation of spermatids into spermatozoa, that is known as spermiogenesis. Spermiogenesis എന്ന് പറയുന്ന പ്രോസസ്സിന് സഹായിക്കും. അപ്പോൾ ഹോർമോണൽ കൺട്രോൾ ഓഫ് സ്പെർമറ്റോജെനിസിസിൽ ഓർക്കേണ്ട വസ്തുത ഹൈപ്പോതലാമസ് GnRH അല്ലെങ്കിൽ ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു. അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ആക്ട് ചെയ്യുന്നു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് 2 ഗൊണാഡോട്രോപ്പിൻ സെക്രീറ്റ് ചെയ്യുന്നു, LHും FSHും. LHൻ്റെ മുഴുവൻ പേര് ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ, FSHൻ്റെ മുഴുവൻ പേര് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. LH ടെസ്റ്റിസിലെ ലൈഡിക് സെൽസ് അല്ലെങ്കിൽ ഇൻറ്റർസ്റ്റീഷ്യൽ സെൽസിൽ ആക്ട് ചെയ്യുന്നു. ആ സെല്ല് ആൻഡ്രോജൻസ് എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഹോർമോണിൻ്റെ എഫക്റ്റ് കൊണ്ട് സ്പെർമറ്റോജെനിസിസ് നടക്കുന്നു. ഇനി FSHൻ്റെ ഫങ്ഷൻ അത് സെർട്ടോളി സെൽസിൽ ആക്ട് ചെയ്യുന്നു. സെർട്ടോളി സെൽസ് സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് ഫാക്ടേഴ്സ് ഫോർ സ്പെർമിയോജെനിസിസ്. അപ്പോൾ സ്പെർമിയോജെനിസിസ് ദാറ്റ് ഈസ് ട്രാൻസ്ഫർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ് ഇൻറ്റു സ്പെർമറ്റോസോവ, ആ പ്രോസസ്സിന് സഹായിക്കുന്ന ഹോർമോണാണ് FSH. താങ്ക് യു. ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകൾ അടുത്ത വീഡിയോ കൂടെ കണ്ടതിന് ശേഷം നമുക്ക് ചെയ്യാം.